കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ലീഗുകാരൻ വൈസ് പ്രസിഡന്റ് ആവുന്നു എന്ന ഒരു ചരിത്രമാണ് ഇത്തവണ ഉണ്ടാകുന്നത്. അതായത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആദ്യമായിട്ടാണ് UDF ഭരണം നേടുന്നത്. അതിൽ ആദ്യമായി ഈ ഒരു ലീഗുകാരൻ വൈസ് പ്രസിഡന്റായി വരുന്നു. അത് മറ്റാരുമല്ല, മുസ്ലിം ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK നവാസാണ്. അദ്ദേഹം നാദാപുരം ഡിവിഷനിൽ നിന്നാണ് മത്സരിച്ചത്. ആ വിജയത്തെക്കുറിച്ച് ഒപ്പം തന്നെ പുതിയ സ്ഥാനലബ്ധിയെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നിയുക്ത വൈസ് പ്രസിഡന്റ് KK നവാസ് കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. എങ്ങനെയാണ് പാർട്ടി ഒരു സ്ഥാനം ഏൽപ്പിച്ചപ്പോൾ എന്ത് തോന്നി? പാർട്ടി സ്ഥാനം ഏൽപ്പിച്ചത് പാർട്ടിക്ക് നല്ലൊരു കാഴ്ചപ്പാട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് കിട്ടിയാൽ ഉണ്ടാക്കണമെന്നുണ്ട്. ആ കാഴ്ചപ്പാടനുസരിച്ച് കൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പോലെയുള്ള കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം ഇതുവരെയായി ഒരു സാമ്പ്രദായിക രീതിയിലാണ് പോയത്. കുറേ ഫണ്ട് കിട്ടും, അത് ഞങ്ങളുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലത്ത് ചിലവഴിക്കും, മറ്റുള്ള ആളുകളെ പരിഗണിക്കില്ല. എന്നാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഞങ്ങളൊരു രീതി തന്നെ എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ട് അതിൽ ഞങ്ങൾ വികസന കാര്യങ്ങളിലോ പദ്ധതി നിർവ്വഹണ കാര്യങ്ങളിലോ രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു വേർതിരിവും കാണിക്കാതെ ഒന്നിച്ച് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു ഭരണ സംസ്കാരം എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതിൽ ഞങ്ങൾക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്. എന്തായാലും ഇതുവരെ ഭരിച്ചിട്ടുള്ള CPMൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കാണിച്ച പോലെയുള്ള ഒരു ഭരണ സംസ്കാരം ഞങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കേണ്ട. ഞങ്ങൾ CPMനെയും എല്ലാ ആളുകളെയും ഒരുപോലെ ഉൾക്കൊണ്ട് നാടിനെ ഒന്നായി കണ്ടുകൊണ്ടുള്ള വികസന പദ്ധതി നടപ്പിലാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു നിർദ്ദേശമാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വികസന കാര്യങ്ങളിൽ പദ്ധതി നിർവ്വഹണ കാര്യങ്ങളിൽ രാഷ്ട്രീയ കക്ഷി മത ആ തരത്തിലുള്ള ഒരു വിവേചനവും കാണിക്കാതെ ഒരു നല്ല ഒരു നാടിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്, അതിനാണ് നിങ്ങൾ നിയോഗിക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് അക്ഷരം പ്രതി ഞങ്ങളനുസരിക്കും. അതിൽ എങ്ങനെയായിരിക്കണം ഒരു ഭരണം കിട്ടിയാൽ മറ്റ് പരാജയപ്പെട്ടവരെ ഉൾപ്പെടെ പരിഗണിക്കേണ്ടത് എന്നതുകൂടി ഞങ്ങൾ കാണിച്ചു കൊടുക്കണം. ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മറ്റൊന്ന്, സ്വാഭാവികമായിട്ടും ഒരു ഫണ്ട് വന്നു കഴിഞ്ഞാൽ അത് LDFൻ്റെ ഒരു മെമ്പറാണ് എന്നുള്ളതുകൊണ്ട് അങ്ങനെ മാറ്റി നിർത്തി ഒരിക്കലും ഉണ്ടാവില്ല. അത് മുസ്ലിം ലീഗ് എന്ന് പ്രതീക്ഷിക്കേണ്ട. ഞങ്ങളിപ്പോൾ ഒരു വികസന ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, വികസന ഫണ്ട് എന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ നികുതി പണമാണല്ലോ, ഓരോരുത്തർക്ക് അർഹമായത് കൊടുക്കണം. അർഹമായത് കൊടുക്കാതെ പിടിച്ചു വെക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കൾച്ചറല്ല. ആ രീതിയിലേക്ക് ലീഗ് ഒരിക്കലും പോവില്ല. ഇതന്നെ UDFൻ്റെ ഒരു പൊതു തന്നെ അതാണ്. നിങ്ങൾക്കൊക്കെ അത് UDF ഭരണത്തിൽ വരുന്ന സമയത്ത് കാണാം. ആ ഒരു നാദാപുരം ഡിവിഷനിൽ താങ്കളുടെ വിജയം പോലും ഒരു സാധാരണ നേരത്തെ LDF ഇത്തവണ നാദാപുരം ഡിവിഷൻ ഒക്കെ പിടിച്ചെടുക്കുമെന്നുള്ളൊരു വലിയ പ്രചരണം ഒക്കെ ഉണ്ടായിരുന്നു. ആ വിജയം എങ്ങനെയായിരുന്നു എന്നുള്ളത്? നാദാപുരത്ത് എൻ്റെ ഈ ഡിവിഷനിൽ 8 പഞ്ചായത്തോളം വരുന്നുണ്ട്. 60 ഡിവിഷനാണ്. അതിൽ LDFന് പ്രത്യേകിച്ച് CPMന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലടക്കം UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നല്ലൊരു വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അവിടെയുള്ള ഇടതുപക്ഷത്തിൻ്റെ ആളുകൾക്ക് പരിചയമില്ലാത്തതാണ്. അവർ ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അത് സ്വീകരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഇടതുപക്ഷക്കാരുടെ അടക്കം വോട്ടോടുകൂടിയാണ് ഞാൻ വിജയിച്ചത്. അപ്പോൾ അതിനനുസരിച്ച് പരിഗണന കൊടുക്കണം. അങ്ങനെയൊരു സംഗതിയുണ്ട്. ഇപ്പോൾ എൻ്റെ നാദാപുരമൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടോ, കലുഷിതമായ അന്തരീക്ഷമൊക്കെയുള്ള സ്ഥലമാണ്. അവിടെ എല്ലാ പാർട്ടികളും, അതിൽ CPM ഉണ്ട്, ലീഗും ഉണ്ട്, CPI എല്ലാവരും ഉണ്ട്. എല്ലാവരും സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും തൊഴിലിൻ്റെ കാര്യത്തിലും വലിയ ശ്രദ്ധ ഞങ്ങളവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ അറിയാം. എൻ്റെ ഡിവിഷനിൽ മാത്രം ഒരു വർഷം ശരാശരി 5000-ഓളം കുട്ടികൾ ഗ്രാജുവേറ്റ്സായി പോകുന്നുണ്ട്. ഇവരെങ്ങോട്ട് പോകുന്നു വലിയ വിഷയമാണ്. അതൊക്കെ ഞങ്ങളൊന്ന് കൈവെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ. KK നവാസാണ് നിയുക്ത ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ സംബന്ധിച്ച വലിയ സ്വപ്നങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ നടപ്പാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.